ശ്രീമതി ചിന്ത ഇപ്പോൾ ശ്രീമതി പി കെ ശ്രീമതിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് പ്രതിപാദിക്കുകയായിരുന്നു. അത് നിശ്ചയമായിട്ടും ഒരു ചർച്ചയാവുന്ന ഒരു ഒറ്റ വാചകമാണ്. ഒരടുപ്പം കൊണ്ട് ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ വിദ്യ എന്ന് പി കെ ശ്രീമതി പറയുന്നതുമാകാം. അല്ലെങ്കിൽ ഒരു ക്രിമിനലിനെ ഇങ്ങനെ വിശേഷിപ്പിക്കേണ്ട ഒരു സാഹചര്യമില്ലല്ലോ. ഒരു സ്വാഭാവിക ഒരു പാർട്ടി ബന്ധു എന്ന ഒരു ബുദ്ധിമുട്ട് കൂടി അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. വേണ്ടായിരുന്നു. താങ്കളുടെ മറുപടി അതിനോട് പ്രതികരിക്കുമെങ്കിൽ അങ്ങനെ. അതിനു മുമ്പ് കഴിഞ്ഞ റൗണ്ടിൽ മറ്റു രണ്ടുപേരും പറഞ്ഞുകൊണ്ട് താങ്കൾക്ക് പ്രതികരിക്കാം. 2.5 മിനിറ്റ് താങ്കൾക്ക്. 2.5 മിനിറ്റ് തന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. കാരണം ഈ ചർച്ച എങ്ങനെയാണ് നിങ്ങൾ എല്ലാവർക്കും സമയം ക്രമീകരിച്ചത് എന്നതിനെ സംബന്ധിച്ച് അയ്യപ്പദാസ് വെറുതെ ഒരു ആത്മപരിശോധന നടത്തണം. അതാ നിന്റെ വിഷമം. ആവശ്യം വരില്ല. ഇപ്പൊ തന്നെ മറുപടി പറയാം. അങ്ങനെ ആവശ്യം വരില്ല. നമുക്ക് കണക്കെടുത്ത് നോക്കാവുന്നതേ ഉള്ളൂ. അതിന് തെറ്റിദ്ധാരണ വേണ്ട. കണക്കെടുത്ത് നോക്കാം. ജനങ്ങൾക്ക് കുറെ നേരമായി കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം എനിക്ക് കൂടി ബോധ്യപ്പെട്ടു എന്ന് താങ്കളെ അറിയിക്കണം. ഇല്ലെങ്കിൽ താങ്കൾ വീണ്ടും ഇത്തരത്തിലുള്ള പ്രവണത ആരംഭിച്ചുകൊണ്ടിരിക്കും. മറ്റൊന്നല്ല, താങ്കൾ ക്ഷണിച്ചത് 3 പേരെയാണ്. ഒന്ന് കോൺഗ്രസിന്റെ പ്രതിനിധി, മറ്റൊന്ന് CPM-ന്റെ പ്രതിനിധി, മറ്റൊന്ന് ജേർണലിസ്റ്റ് എന്നല്ലേ എഴുതി കാണിക്കുന്നത്. ഒരു ജേർണലിസ്റ്റ്, ഒരു നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകനായി ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ആളാണോ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയെ ഗുണ്ട എന്ന് വിളിക്കുന്നത്? ജേർണലിസ്റ്റ് ആയിട്ടിരിക്കുന്ന ആൾ. അത് നിങ്ങൾ കോൺഗ്രസ് 1, കോൺഗ്രസ് 2 എന്ന് അവിടെ എഴുതി കാണിക്കൂ. അല്ല, ജേർണലിസ്റ്റ് എന്നുള്ള പറഞ്ഞ് വിളിച്ചിരുത്തിയിട്ട് ഇവിടെ കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ SFI അധിക്ഷേപിക്കുകയും കോൺഗ്രസിനെ പുകഴ്ത്തുകയും ചെയ്യാൻ വേണ്ടി 2 പേര് ചിലപ്പോൾ ആവശ്യമായിരിക്കും. ആർഷോയ്ക്കെതിരെ നിങ്ങൾ ഉയർത്തിയ വിവാദം പൊളിഞ്ഞ് പാളീശായി പോയപ്പം 2, 3, 5 പേരെ കൊണ്ട് ഇരുത്തിയാലേ ചിലപ്പോൾ ന്യായീകരിക്കാൻ പറ്റൂ. പക്ഷേ ഏത് ഭാഷയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്? പാലക്കാട് നിന്ന് വന്നൊരു ഗുണ്ട ഇവിടെ എത്തി, എറണാകുളത്ത് എത്തി, അതേപോലെ മഹാരാജാസ് SFIയുടെ ചെങ്കോട്ടയെന്ന് എഴുതി വെച്ചതിൽ വിഷമിക്കുന്ന ഒരു ജേർണലിസ്റ്റ്. നോക്കൂ, അവിടെ ഒരു ബാനർ മാത്രമല്ല, മഹാരാജാസിൽ നടന്നിട്ടുള്ള ബാനറുകൾ എഴുത്തിലെ സർഗാത്മകതയെ കുറിച്ച് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തതാണ്. ഓരോ കാലത്തും ഓരോ സംഘടനകൾ ഒരേ സമയത്ത് അവർ ബാനറുകളിലൂടെ മനോഹരമായി എഴുതും. അതിന് എതിർപ്പുള്ള അഭിപ്രായങ്ങൾ അതിസർഗാത്മകമായി അവർ അതിൽ രേഖപ്പെടുത്തും. അങ്ങനെയാണല്ലേ? അങ്ങനെയുള്ള ചർച്ചകൾ നടന്നിട്ടുള്ള നല്ല ഒരു ക്യാമ്പസിനെ, മഹാരാജാസ് പോലെ ഒരു ക്യാമ്പസിനെ ഇങ്ങനെ അധിക്ഷേപിക്കുന്ന ഒരു ജേർണലിസ്റ്റിനെ ജേർണലിസ്റ്റ് എന്ന് വയ്ക്കാതെ കോൺഗ്രസ് 2 എന്ന നിലയിലേക്ക് നിങ്ങൾ അതിന്റെ താഴെ എഴുതി കാണിക്കൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ടീച്ചറിന്റെ പോസ്റ്റ് ഈ സമയത്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു, ആ സംഭവത്തിനകത്ത് നിഷ്പക്ഷമായ അന്വേഷണം നടക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാം അഭിപ്രായം. ശ്രീമതി ടീച്ചറിനും തീർച്ചയായിട്ടും ആ അഭിപ്രായം തന്നെയായിരിക്കും ഉണ്ടാവുക. ഇത് സത്യമായ കാര്യമാണോ അതോ ഏതൊരു വിഷയം വന്നാലും അതിനകത്ത് നിഷ്പക്ഷമായ അന്വേഷണം നടക്കണം, നീതിപൂർവമായ അന്വേഷണം നടക്കണം. ഒരു സംരക്ഷണവും ആർക്കും ഉണ്ടാകില്ല. ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾക്ക് മേൽ അന്വേഷണം നടന്ന് കുറ്റക്കാരാണെങ്കിൽ നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യും. അതിനകത്തെങ്ങും യാതൊരു തരത്തിലുള്ള സംരക്ഷണമോ പാർഷ്യലായിട്ടോ ഒരു ഇടപെടലോ ഉണ്ടാകരുത്. അങ്ങനെ ആയിരിക്കണമല്ലോ പൊതുപ്രവർത്തകർ. അത് തന്നെയാണ് ടീച്ചറിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ ടീച്ചർ ആ രൂപത്തിലാണ് എല്ലാ വിഷയത്തെയും കണ്ടിട്ടുള്ളത്. ടീച്ചർ എല്ലാവരോടും വളരെ സ്നേഹത്തെ ഇടപെടും. അവാർഡ് കൊടുക്കാനൊക്കെ വിളിക്കുന്ന വേദികളിൽ അവാർഡ് വാങ്ങാൻ വരുന്ന കുട്ടികളോട്, പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ ടീച്ചർ വളരെ വാത്സല്യത്തോടു കൂടി ഇടപെടും. അതാണ് ടീച്ചറിന്റെ ഒരു ശൈലി. ടീച്ചറെ കണ്ടിട്ടുള്ളവർക്കറിയാം. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? പക്ഷേ ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്ന ഘട്ടത്തിൽ വളരെ കൃത്യമായി തന്നെ ആ വിഷയത്തിനകത്ത് നീതിപൂർവമായിട്ടുള്ള അന്വേഷണം നടക്കും. ഇപ്പോൾ തന്നെ നോൺ ബൈലബിൾ കേസ് എടുത്തിട്ടുണ്ട്. അതിനകത്തങ്ങ് ന്യായീകരിക്കാനോ ഏതെങ്കിലും പക്ഷം ചേരാനോ ഞങ്ങൾ തയ്യാറാകുന്നില്ല. ഇതൊക്കെ ഇവന്റെ അടവല്ലേ? പക്ഷേ നമ്മുടെ സംഘടനയുടെ SFIയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ നിങ്ങൾ അഴിച്ചുവിട്ട ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ഏറ്റവും കടുത്ത ആരോപണം, ആ ചെറുപ്പക്കാരനെ മാനസികമായി തകർത്തതിന് പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. ഒരു വട്ടം മാത്രം ആ വാർത്ത വായിച്ചു പോയ മനുഷ്യരുടെ മനസ്സിൽ ഇപ്പോഴും അയാൾ പരീക്ഷയ്ക്ക് കള്ള മാർക്ക് ലിസ്റ്റ് ഉണ്ടാക്കി എന്ന നിലയിലല്ലേ കണക്കാക്കപ്പെടുക? എത്ര പേരോട് നിങ്ങൾ തിരുത്തി പറയും? എത്ര മാപ്പ് പറഞ്ഞാൽ മാറും? എന്തൊരു ചേർച്ച! ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. ഒരു ചെറുപ്പക്കാരനെ ഗുണ്ട എന്ന് വിളിക്കുമ്പോൾ ആ ചെറുപ്പക്കാരന്റെ വീട്ടുകാർക്കുണ്ടാകുന്ന പ്രയാസം ഒരു വിദ്യാർത്ഥി നേതാവിനെയല്ലേ വിളിക്കുന്നത്? അപ്പൊ ഇതൊക്കെ ജേർണലിസ്റ്റ് എന്നുള്ള ടാഗ് ലൈനിൽ വന്നിരുന്നിട്ട് ഗുണ്ട എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ മനോരമ പോലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ചാനൽ അത്തരം കാര്യങ്ങൾക്കകത്ത് കുറച്ചുകൂടി സൂക്ഷ്മത കാണിക്കണം എന്നാണ് സൂചിപ്പിക്കാൻ. വെറുതെ ചിരിപ്പിക്കരുത്. അതായത് ശ്രീമതി ചിന്ത അതിന് പകരം ആർഷോയെ പ്രകീർത്തിച്ച് 2 വാചകം പറഞ്ഞിരുന്നെങ്കിൽ ശ്രീ ആനന്ദ് കൊച്ചുകൂടി ജേർണലിസ്റ്റ് ആവുമോ? ഒരിക്കലും അല്ല.
നിഷ്പക്ഷമായിരിക്കണം, നിഷ്പക്ഷമായ അഭിപ്രായം വസ്തുത പറയണം. അല്ലെങ്കിൽ ഒരു നിഷ്പക്ഷമല്ല, പക്ഷത്തിന്റെ വസ്തുത പറയണം. ഭാഗമാണ് ഞാനെന്ന് വസ്തുത പറയണം. പറയാനാ വിളിച്ചത്. ഞാൻ നിഷ്പക്ഷമായിട്ട് നിഷ്പക്ഷമെന്ന് വിലയിരുത്താനല്ല പറയുകയും വിളിച്ചത് ശ്രീമതി ചിന്ത. മറുപക്ഷം നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നതിനേക്കാൾ എത്രയോ രൂക്ഷമായ ഭാഷയിലാണ് ഈ അദ്ദേഹം പ്രശ്നം പല അതിനെ, വിഷയങ്ങളും വരും. ഇപ്പൊ CPM അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ട് SFI സംസാരിക്കുന്നത്. പ്രതിരോധത്തിലായ ഒരു ഡാറ്റ വിഷയത്തിൽ ഇല്ലാതല്ലേ പറയുന്നത്? വസ്തുതകളില്ലാതെ മിക്കവാറും ചോദ്യങ്ങൾ പറയുന്നില്ലേ? അവർക്കെതിരെയല്ലേ? പ്രസംഗിച്ചത് അപ്പൊ പോകില്ലേ? മറുവശം ഒന്നിക്കും. ഇത് പലപ്പോഴും സംഭവിക്കില്ലേ? വിവരക്കേട് വിളിച്ചു പറയാതെ. ഇത് പലപ്പോഴും സംഭവിക്കുന്നല്ലേ? സർക്കാരിനെതിരായിട്ട് നിലപാട് വരുമ്പോൾ കോൺഗ്രസിനും BJPക്കും ഒരേ അഭിപ്രായം പറഞ്ഞു എന്ന് വെച്ചാൽ അതെങ്ങനെയാ? അത് അങ്ങനെയല്ലേ വരിക? അതുകൊണ്ട് കോൺഗ്രസും BJP ഒരേ പാർട്ടിക്കാരാണ്. അതെ, വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ടാട്ടോ. ജനങ്ങൾ വിലയിരുത്തട്ടെ. ഇതിപ്പോ 1 മണിക്കൂർ കണ്ടുകൊണ്ടിരുന്ന ജനങ്ങളുണ്ടല്ലോ, അവർ വിലയിരുത്തട്ടെ, ശരി. അവർ ആ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. ശരി, എന്റെ ശരി. ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള അഭിപ്രായം, എന്റെ നിലപാട്, അത് ഞാനിവിടെ പറഞ്ഞു. ജനങ്ങൾ വിലയിരുത്തട്ടെ. അത് സംബന്ധിച്ച് കൂടുതൽ ഇവിടെ ഈ പറഞ്ഞ ഇരവാദം, ഈ ആശ്രയിക്കുന്നുണ്ടായ മാനസിക വിഷമത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇതിനു മുമ്പ് നമ്മളിത് കേട്ടിട്ടുള്ളത് ഈ ശിവരഞ്ജന്റെ കേസിലാണ്. മുതലെടുക്കണേണ സജി. ശിവരഞ്ജൻ കേസിൽ വന്നപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെ PSC റാങ്ക് ലിസ്റ്റിനെ സംബന്ധിച്ച് അനാവശ്യമായ വിവാദം ഉണ്ടാക്കുന്നു വളരെ വൈകാരികമായി പ്രതികരിച്ച നമുക്ക് ഓർമ്മയുണ്ട്. എന്തായി? അവസാനം PSC റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെ അട്ടിമറി നടത്തിയ കേസിലല്ലേ ശിവരഞ്ജിത്തും നിസാമും കിടക്കുന്നത്? അതെവിടെ എത്തിയെന്നുള്ള വിഷയവും കൂടി അവിടെ നിൽക്കട്ടെ, അത് നിൽക്കുന്നു. പിന്നെ ഈ SFIയുടെ സർഗാത്മകതയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. Yes. മഹാരാജാസ് കോളേജിൽ ഒരു സർഗാത്മകത നടന്നായിരുന്നു. എനിക്കറിയില്ല. പ്രിൻസിപ്പലിന്റെ കസേര പുറത്തിട്ട് കത്തിച്ചു. പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഒരു സർഗാത്മകത നടന്നായിരുന്നു. അന്ന് MA ബേബി ആണെന്നാണ് തോന്നുന്നത് സർഗാത്മകതയെ കുറിച്ച് പറഞ്ഞത്. ഒരു പ്രിൻസിപ്പലിന്റെ ശവകുടീരം ഉണ്ടാക്കിയിട്ട് ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുക. ഈ വിദ്യയുടെ കേസിൽ പോലും ഒരു നടപടി ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം കഴിഞ്ഞകാല ചരിത്രം മുഴുവൻ പറഞ്ഞിരിക്കുന്നത് SFIയുടെ ഭാഗത്ത് നിന്ന് നടത്തുന്ന ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഒന്നും ഒരു നടപടിയും പിന്നീട് ഉണ്ടായിട്ടില്ല. അതൊരു പോരായ്മ തന്നെയാണ്. അതെ അതെ, ഇന്ന് ഇത് അവർക്ക് ന്യായീകരിക്കാൻ ശരി, ആനന്ദ്, ഒരു മിനിറ്റ് താങ്കൾ. ഇന്ന് ശ്രീമതി ടീച്ചർ ഉൾപ്പെടെയുള്ള എല്ലാവരും തള്ളിപ്പറയും. പക്ഷെ ഇതിനപ്പുറത്തേക്ക് ഒന്നിലേക്കും ഇത് പോകില്ല എന്നുള്ളതാണ് കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ?